കേരളത്തിൽ എനിക്ക് 5 സെൻറ്റ് സ്ഥലമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല, ഒരു മലയാളിയില്ല. പ്രവാസികളായിട്ടുള്ളവർ ഇപ്പോൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അല്ലെങ്കിൽ യൂറോപ്പിലോ ഗൾഫിലോ ഒക്കെ വലിയ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന പല ആളുകളും അഭിമാനപൂർവ്വം പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് നാട്ടിലൊരു വീടുണ്ട് കേട്ടോ എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഭാസ്കരൻ മാഷ് തൻ്റെ പാട്ടിലെഴുതിയിരിക്കുകയാണ്. നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്ക് ഒരു നാഴി ഇടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അർത്ഥശാസ്ത്രീയ സംഗീതം എന്ന ഒരു കാഴ്ചപ്പാട് തന്നെ ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ എന്ന ഭാസ്കരൻ മാഷിൻ്റെ ആ പാട്ടിലൂടെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ദക്ഷിണാമൂർസ്വാമിയും അതിൻ്റെ സംഗീതം വളരെ 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 വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് അദ്ദേഹം സംഗീതം നൽകിയിരിക്കുന്നത്. പാഴ്മുളം എന്നാണെന്നുണ്ടെങ്കിലും എന്നും ഇത്രത്തോളം വിലയേറിയ ഒരു പാട്ട് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. അത് ദക്ഷിണാമൂർത്തി സ്വാമിക്ക് എങ്ങനെ അത് വൈക്കത്തപ്പൻ കൊടുത്തു എന്നാണ് എപ്പോഴും ഞാൻ സംശയിക്കുന്നത്. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ. എണ്ണത്തിലധികമില്ലെങ്കിലും മികച്ച ഗാനങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് പുകഴേന്തി. പുകഴേന്തിയുടെ ഗാനങ്ങളുടെ ഒരു വസന്തം തീർച്ചയായിട്ടും പി ഭാസ്കരൻ മാസ്റ്റർ സംവിധാനം ചെയ്ത സിനിമകളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ 3 സിനിമകളിലെങ്കിലും പുകഴേന്തി സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഗാനം അപാര സുന്ദര നീലാകാശം എന്ന് തുടങ്ങുന്നൊരു ഗാനമുണ്ട്. ഇത് പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്നതിന് ഇതിനേക്കാളും നല്ല ഒരു ഭാഷയില്ല. ആ നിലവാരത്തിലേക്ക് ഉയർന്നു പോയിട്ടുള്ളൊരു ഗാനമാണ്. അപാരമായ ഈ ലോകത്തെ, ഈ നീലാകാശത്തെ മുഴുവനും ഒരു പ്രപഞ്ച രഹസ്യം ചൂഴ്ന്നു നിൽക്കുന്ന ഒരു മണ്ഡലമായിട്ട് കാണുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഈ ഗാനത്തിന് ഒരു ദാർശനിക ഗൗരവമുണ്ട്. സാധാരണ പി ഭാസ്കരൻ മാസ്റ്ററുടെ ഗാനങ്ങളിൽ, അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ റൊമാൻസിന് കൂടുതൽ പ്രാധാന്യമുണ്ട്, ശൃംഗാരഭാവത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. എന്നാൽ ദാർശനികമായ തലത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു ഗാനം എന്ന നിലയിൽ അപാരസുന്ദര നീലാകാശം എന്ന ഗാനം പലതുകൊണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അപാരസുന്ദര നീലാകാശം അനന്തത്തെ നിമ്മഹാസമുദ്രം, അപാരസുന്ദര നീലാകാശം അനന്തത്തെ മഹാസമുദ്രം, അപാരസുന്ദര നീലാകാശം. 47 സിനിമകൾക്ക് സംവിധാനം നിർവഹിച്ചിട്ടുള്ള പി ഭാസ്കരൻ്റെ സിനിമകളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള ഏതാനും ഗാനങ്ങൾ മാത്രമേ നാം ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതിലെത്രയോ വലുതാണ് അദ്ദേഹത്തിൻ്റേത്. 308 പരം സിനിമകളിലായി 1500-ലധികം ഗാനങ്ങൾ എഴുതിയിട്ടുള്ള പി ഭാസ്കരൻ മാസ്റ്റർ സംവിധാനം ചെയ്ത സിനിമകളുടെ എണ്ണം 47ആണ്. ഈ 47 സിനിമകളിലുമായി എത്രയധികം ഗാനങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാവും കഴിയുന്നതേ ഉള്ളൂ. ആ ഗാനങ്ങളുടെ പരാമർശം നിർവഹിക്കാൻ മാത്രമേ നമുക്കിവിടെ സാധിക്കുന്നുള്ളൂ. കേട്ട പാട്ട് മധുരം തന്നെ, പക്ഷേ കേൾക്കാത്ത പാട്ടിൽ അതിമധുരം കിടപ്പുണ്ട്. ആ മധുരത്തെയും ആ മധുരകാലത്തെയും കൂടി ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചില ഗാനങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ലാളിത്യം ആണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ ഒരു മുഖമുദ്ര.
കേരള ജീവിതത്തിൻ്റെ ഒരു നേർപതിപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ അത്തരം ഒരു നിർമ്മലത, ഒരു കോമളത, ഒരു ലാളിത്യം അന്തർലീനമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെയൊക്കെ കൂടിയുള്ള ഒരു ആവിഷ്കാരമാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും ആ ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമയും. അനാദികാലം മുതലേ അജ്ഞാത കാമുകനകലേ, അനാദികാലം മുതലേ അജ്ഞാത കാമുകനകലേ, ഏകാന്തതയുടെ മൗനഗാനമായി ഏതോ കാമുകിയെ കാത്തിരിപ്പു, ഏകാന്തതയുടെ മൗനഗാനമായി ഏതോ കാമുകിയെ കാത്തിരിപ്പു, അപാര സുന്ദര നീലാകാശം പൗർണമി തോറും സ്വപ്നത്തിലവൾക്കായി സ്വർണ സിംഹാസനമൊരുക്കുന്നു, പൗർണമി തോറും സ്വപ്നത്തിലവൾക്കായി സ്വർണ സിംഹാസനം. കവിതയിൽ നിന്ന് സിനിമയിലെത്തിയ പി ഭാസ്കരൻ മലയാളികൾക്ക് സമ്മാനിക്കാൻ ആഗ്രഹിച്ചത് കാവ്യഭംഗിയാർന്ന ചലച്ചിത്രങ്ങളാണ്. മലയാളത്തിൻ്റെ ഇളനീർ മധുരം തുളുമ്പി നിന്ന ഭാസ്കര ഗീതികൾ ആ മനോഹരമായ സ്വപ്നത്തോട് എന്നും ചേർന്ന് നിന്നു. അഞ്ജന കണ്ണെഴുതി ആലിലെ താലി ചാർത്തി പ്രിയതമനെ കാത്തിരിക്കുന്ന ആ നാടൻ തരുണിയെപ്പോലെ മലയാളിയുടെ സംഗീത മനസ്സിൽ പി ഭാസ്കരൻ്റെ ഗാനങ്ങൾ നിത്യയൗവനമാർന്ന് നിൽക്കുന്നു. അപാര സുന്ദര നീലാകാശം